ഈ സിനിമ കണ്ടിറങ്ങി കഴിഞ്ഞിട്ട് എനിക്ക് എന്റെ പറന്നുപോയ കിളികൾ തിരിച്ചു വരാൻ ഒരു 10-15 മിനിറ്റ് എടുത്തു. കാരണം വേറെ ഒന്നല്ല, ഈ സിനിമ നിറച്ചും കുറച്ച് വട്ടന്മാരുടെ കാര്യങ്ങളാണ്. അതായത് നമ്മുടെ നാട്ടിൽ നോർമലായി കാണാത്ത രീതിയിലുള്ള കുറച്ച് ആൾക്കാർ, പക്ഷെ അതിനകത്ത് തന്നെ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന ആൾക്കാരെ സ്വഭാവമായിട്ട് വേണമെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാനും പറ്റും. പക്ഷെ ആ കാര്യങ്ങൾ ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിയിൽ വർക്കായി. പ്രത്യേകിച്ച് ലാലിന്റെയും ഫഹദിന്റെയും അതേപോലെ തന്നെ കല്യാണിന്റെ ആക്ടിങ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. അതായത് നിങ്ങൾ ലോജിക്ക് നോക്കാതെ കോമഡി വെറുതെ പോയിട്ട് കുറച്ചു നേരം ഇരുന്ന് ചിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും. പക്ഷെ സെക്കൻഡ് ഹാഫിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ എനിക്ക് ശരിക്കും ഫഹദ് ഫാസിലിനോട് ദേഷ്യം കയറുന്ന രീതിയിൽ, അതായത് പുള്ളി എന്തിനാ ഇങ്ങനത്തെ സിനിമകൾ പോയിട്ട് കമ്മിറ്റഡ് ആവുന്നതെന്നുള്ള രീതിയിൽ എനിക്ക് ശരിക്കും തോന്നിപ്പോയി. കാരണം അതേപോലെ തന്നെ അൽത്താഫും ഇവരൊക്കെ നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ഇവർക്കൊക്കെ നല്ല രീതിയിൽ ഒരു ഫഹദ് ഫാസിൽ ഒരു നെപ്പോ കിഡാണ്. അവർക്ക് ഓൾറെഡി ജനിച്ച് വീഴുന്ന സമയം തൊട്ട് തന്നെ പുള്ളിക്ക് എല്ലാ സിറ്റുവേഷൻസും ഉണ്ട്, അഭിനയിച്ച് കയറണമെങ്കിൽ എവിടെ വേണമെങ്കിലും എത്താം. അതല്ല, പുള്ളി ഓൾറെഡി തെളിയിച്ചാണ്. സാധാരണ ഇവിടെ സിനിമയ്ക്ക് വേണ്ടി ഭ്രാന്ത് പിടിച്ച് നടക്കുന്നവരെ പോലെ ഒരു കഷ്ടപ്പാടുകളൊന്നുമില്ല. എന്നിട്ട് ഇവരിങ്ങനെ അടുത്തടുത്തായിട്ട് എടുക്കുന്ന സബ്ജക്റ്റുകൾ പാളി പോകുന്ന കാണുമ്പോൾ നമുക്കത് ശരിക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഫസ്റ്റ് ഹാഫ് എനിക്കൊരു 90% ആ സിനിമ ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് എനിക്കൊരു 10% പോലും ആ സിനിമ എനിക്ക് വർക്കായിട്ടില്ല.